ഇന്ന് നമ്മൾ മൊഡ്യൂൾ 4 തന്നെ പ്രിമിറ്റീവ് റൂട്ട് ഓഫ് എ നമ്പർ. അപ്പോൾ ഒരു നമ്പർ നമ്മുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ പ്രിമിറ്റീവ് റൂട്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ നമ്മൾ മെയിനായിട്ട് ഡിഫി-ഹെൽമാൻ അൽഗോരിതം കീ എക്സ്ചേഞ്ചിന് വേണ്ടി പഠിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മളൊരു പ്രൈം ചൂസ് ചെയ്യുന്നു, പിന്നെ ആ പ്രൈമിൻ്റെ ഒരു പ്രിമിറ്റീവ് റൂട്ടിനെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ അൽഗോരിതം മുമ്പോട്ടേക്ക് പ്രോസസ്സ് ചെയ്യുന്നത്. ഫസ്റ്റ് ഇപ്പോൾ ഒരു നമ്പർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ നമ്പർ ഒരു പ്രൈം ആണെങ്കിൽ ഹൗ ടു കാൽക്കുലേറ്റ് ദ പ്രിമിറ്റീവ് റൂട്ട് ഓഫ് ദാറ്റ് നമ്പർ. സോ പ്രിമിറ്റീവ് റൂട്ടിൻ്റെ ഡെഫിനേഷനാണ് നമ്മൾ ഫസ്റ്റ് കാണുന്നത്. ഇഫ് എ ഈസ് എ പ്രിമിറ്റീവ് റൂട്ട് ഓഫ് എൻ then its powers a square etc up to a raised to 5 of n are distinct mod n and are all relatively prime to n. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു നമ്പർ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് n. അപ്പോൾ എൻ്റെ പ്രിമിറ്റീവ് റൂട്ടാണ് എ എങ്കിൽ എന്ത് ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യണം? ഈ പവേഴ്സാണ് ഫസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എ എന്ന് പറയുന്നത് എന്നിൻ്റെ പ്രിമിറ്റീവ് റൂട്ടാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ a raised to 1, a raised to 2 etc up to a raised to 5 of n കമ്പ്യൂട്ട് ചെയ്യാം. എന്നിട്ട് ആ കമ്പ്യൂട്ട് ചെയ്ത വാല്യൂസിന് മോഡ് n എടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നതെല്ലാം ഡിസ്റ്റിങ് വാല്യൂസ് ആയിരിക്കണം. അതുമാത്രമല്ല ദേ മസ്റ്റ് ബി ഓൾ റിലേറ്റീവ്ലി പ്രൈം ടു എൻ. റിലേറ്റീവ്ലി പ്രൈം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്നും ആ ഓരോ നമ്പറും എടുത്ത് കൺസിഡർ ചെയ്താൽ അതിൻ്റെയൊക്കെ GCD എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ ഇതാണ് പ്രിമിറ്റീവ് റൂട്ടിൻ്റെ ഡെഫിനേഷൻ. നമ്മളിലൊരു നമ്പർ ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രിമിറ്റീവ് റൂട്ട് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ a raised to 1, a raised to 2 etc up to a raised to 5 of n വരെ പവേഴ്സ് കണ്ടുപിടിക്കുക, പവേഴ്സ് ഓഫ് ഇൻറ്റിജേഴ്സ്, എന്നിട്ട് അതിന് മോഡിലോ n എടുക്കുക. ഇനി ആ കിട്ടുന്ന റിസൾട്ട് ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ, അത് മാത്രമല്ല എന്നോട് റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എ എന്ന് പറയുന്നത് പ്രിമിറ്റീവ് റൂട്ടാണെന്ന് പറയാം. ഇനിയിപ്പോൾ എൻ എന്ന് പറഞ്ഞാൽ ജനറലൈസ്ഡ് ആയിട്ടാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇഫ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന നമ്പർ ഒരു പ്രൈം ആണെങ്കിൽ, ദാറ്റ് ഈസ് ഫോർ എ പ്രൈം നമ്പർ പി, ഇഫ് എ ഈസ് എ പ്രിമിറ്റീവ് റൂട്ട് ഓഫ് പി ആണെങ്കിൽ, പി എന്ന് പറഞ്ഞൊരു പ്രൈം എ എന്ന് പറയുന്നതിൻ്റെ പ്രിമിറ്റീവ് റൂട്ട് ആണെങ്കിൽ നമ്മൾ എ സ്ക്വയർ എക്സെട്ര അപ് ടു എ റേസ് ടു പി മൈനസ് എന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഡിഫറൻസ് ഒന്നുമില്ല. ഇവിടുത്തെ കേസിൽ എ റേസ് ടു 1, എ റേസ് ടു 2 എക്സെട്ര അപ് ടു എ റേസ് ടു 5 of n ആയിരുന്നു. അപ്പോൾ എൻ പ്രൈം ആണെങ്കിൽ 5 of n വാല്യൂ എന്തായി? n മൈനസ് 1 ആയി. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പി മൈനസ് 1 വന്നിരിക്കുന്നത്. അപ്പോൾ എന്നിന് പകരം നമ്മളിവിടെ പി ആണ് പ്രൈമായിട്ട് കൺസിഡർ ചെയ്തത്. സോ 5 of p എന്ന് പറഞ്ഞാൽ എന്തായി? യൂളേഴ്സ് ട്യൂഷൻ ഫംഗ്ഷൻ നമ്മൾ പ്രൈമിനെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പി മൈനസ് 1 കണ്ടുപിടിച്ചാൽ മതി. അതുകൊണ്ടാണ് ഇക്വേഷൻ ഇങ്ങനെ ചേഞ്ച് ആയത്. ദാറ്റ് ഈസ് എ റേസ് ടു 1, എ റേസ് ടു 2 എക്സെട്ര അപ് ടു എ റേസ് ടു പി മൈനസ് 1 കണ്ടുപിടിക്കുക. എന്നിട്ട് അതിൻ്റെ മോഡ് പി കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂസ് എന്തായിരിക്കും? ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും. ഇത് റിലേറ്റീവ്ലി പ്രൈമാണ് നമ്മൾ പറയേണ്ട കാര്യമില്ല, അതിൽ ഒബ്വിയസ് ആണത്. സോ ഒരു നമ്പർ ഉണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് എന്ത് കൺസിഡർ ചെയ്യേണ്ടത്? ഈ എയുടെ കാൻഡിഡേറ്റ്സിനെ ചൂസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഈ എയുടെ പവേഴ്സിനെ കാൽക്കുലേറ്റ് ചെയ്യുക. ഓരോന്നിനും മോഡ് പി കണ്ടുപിടിക്കുക. ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ നമ്പർ ആ പർട്ടിക്കുലർ പ്രൈമിൻ്റെ ഒരു പ്രിമിറ്റീവ് റൂട്ടാണെന്ന് പറയാം. So generally the highest possible exponent to which a number can belong mod n is 5 of n. അപ്പോൾ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് ലാസ്റ്റിൽ റേഞ്ച് എന്തായിരുന്നു? എ റേസ് ടു 1, എ റേസ് ടു 2 എക്സെട്ര അപ് ടു എ റേസ് ടു 5 of n വരെയാണ് പോയത്. അപ്പോൾ ഈ 5 of n എന്ന് പറയുന്നതാണ് ഏറ്റവും ഗ്രേറ്റസ്റ്റ് എക്സ്പോണൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നത്. ഇനി 5 of n എന്താ നമുക്കറിയാം? ഇറ്റ് ഈസ് യൂളേഴ്സ് ടോഷൻ ഫംഗ്ഷൻ. ഇത് നമ്മൾ എന്തായാലും കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നിനേക്കാളും ലെസ്സും പോസിറ്റീവ് ആയിട്ടുള്ള നമ്പേഴ്സ് ദാറ്റ് ആർ റിലേറ്റീവ്ലി പ്രൈം ടു n, അതിൻ്റെ കൗണ്ടാണ് ഈ 5 of n എന്ന് പറയുന്നത്. അതായത് 1 മുതൽ എന്നിൻ്റെ താഴെയുള്ള എല്ലാ നമ്പേഴ്സും കൺസിഡർ ചെയ്യുക. ഇനി അതിൽ ഏതെല്ലാം നമ്പേഴ്സ് അല്ല എത്ര നമ്പേഴ്സ് എന്നിനോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുണ്ടോ, അതായത് GCD 1 ആയിട്ട് കിട്ടുന്നുണ്ടോ, ആ നമ്പേഴ്സിൻ്റെ കൗണ്ടാണ് ഈ 5 of n അല്ലെങ്കിൽ യൂളേഴ്സ് ട്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാക്സിമം വരാവുന്ന എക്സ്പോണൻ്റൽ ഓർഡർ എന്ന് പറഞ്ഞത് 5 of n ആയിരിക്കും. നമ്മൾ ഏതെങ്കിലും ഒരു നമ്പറിന് റേസ് ടു സം പവർ മോഡ് n എടുക്കുമ്പോൾ അതിൽ മാക്സിമം നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന എക്സ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി 5 of n. അപ്പോൾ ഈ ഒരു ഓർഡറിൽ ഒരു നമ്പർ കിട്ടുകയാണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാൻ പറ്റുക? പ്രിമിറ്റീവ് റൂട്ട് എന്ന് പറയാൻ പറ്റുക. ഈ പ്രിമിറ്റീവ് റൂട്ട്സിനെ കണ്ടുപിടിക്കാൻ നമുക്ക് വേറെ ഇക്വേഷൻ കൂടിയുണ്ട്. നമ്പർ ഓഫ് പ്രിമിറ്റീവ് റൂട്ട്സ്, എത്ര പ്രിമിറ്റീവ് റൂട്ട്സ് ഉണ്ടാവുന്നുള്ളൂ അതിൻ്റെ കൗണ്ട്, ഇറ്റ് ഈസ് ഈക്വൽ ടു 5 of n. അപ്പോൾ ആദ്യം 5 of n കണ്ടുപിടിക്കുക, അതിന് അഗെയിൻ ഒന്നും കൂടി 5 കമ്പ്യൂട്ട് ചെയ്യുക. നെക്സ്റ്റ് വിൽ സി ആൻ എക്സാമ്പിൾ. ഫൈൻഡ് ദ പ്രിമിറ്റീവ് റൂട്ട്സ് ഓഫ് പ്രൈം 11. അപ്പോൾ 11 ആണ് നമ്മൾ തന്നിരിക്കുന്ന നമ്പർ. അപ്പോൾ n ഈക്വൽ ടു 11. 5 of n എന്തായിരിക്കും? n പ്രൈം ആയതുകൊണ്ട് 5 of n എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു n മൈനസ് 1. സോ 5 of n വാല്യൂ ഇറ്റ്സ് ഈക്വൽ ടു 10. ഇനി നമ്മൾ നമ്പേഴ്സ് എയുടെ കാൻഡിഡേറ്റ്സ് പ്രിമിറ്റീവ് റൂട്ട്സ് ആവാൻ പോസിബിലിറ്റി ഉള്ള കാൻഡിഡേറ്റ്സിനെ കൺസിഡർ ചെയ്യണം. ദാറ്റ് ഈസ് ഫ്രം 1 to n മൈനസ് 1. അപ്പോൾ n 11 ആയിരുന്നതുകൊണ്ട് 1 മുതൽ 10 വരെയുള്ള കാൻഡിഡേറ്റ്സിനെ നമ്മൾ ചൂസ് ചെയ്യണം. അപ്പോൾ ഈ 1 മുതൽ 10 വരെ ഓരോന്നിനും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. ഇനി ഈ എ റേസ് ടു 1, എ റേസ് ടു 2 എക്സെട്ര അപ് ടു എ റേസ് ടു പി മൈനസ് 1 വരെ. ഇപ്പോൾ ഇവിടെ പി മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 10 ആയിരിക്കും. ഇപ്പോൾ 11 ആണ് പി അല്ലെ പ്രൈമായിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ എ റേസ് ടു എയുടെ പവേഴ്സ് നമ്മൾ ഈ ഓരോ നമ്പേഴ്സിനും നമ്മൾ പവേഴ്സ് എടുക്കുക. പവേഴ്സ് എവിടെ വരെ പോകണം? മാക്സിമം പവർ 10 വരെ പോകണം. ബിക്കോസ് നമുക്ക് തന്നിരിക്കുന്ന നമ്പർ 11 ആണ്, അതുകൊണ്ട് മാക്സിമം പവർ 10 വരെ എടുക്കുക. ഇനി ഈ പവർ ഓരോന്നും കണ്ടുപിടിച്ചിട്ട് അതിന് നമ്മൾ നെക്സ്റ്റ് എന്താ എടുക്കേണ്ടത്? മോഡ് n കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് ഈ ഓരോ പവേഴ്സിനും മോഡ്
11 കമ്പ്യൂട്ട് ചെയ്യുക. ഇനി ആ കിട്ടുന്ന റിസൾട്ട്സ് ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ 1 to p-1 അല്ലെങ്കിൽ n-1 റേഞ്ചിലാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അത് പ്രിമിറ്റീവ് റൂട്ടാണെന്ന് നമുക്ക് പറയാം. എക്സാമ്പിൾ കാണുമ്പോൾ ക്ലിയർ ആവും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് n = 11 എന്ന് പ്രൈം തന്നിട്ടുണ്ട്. 5 of n നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു n-1. n പ്രൈം ആയതുകൊണ്ട് അതിൻ്റെ വാല്യൂ 11 - 1 ഈസ് ഈക്വൽ ടു 10 എന്ന് കിട്ടി. അപ്പോൾ ഇനി a എന്ന് പറഞ്ഞ പ്രിമിറ്റീവ് റൂട്ട് ആവാൻ നമ്മൾ കൺസിഡർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് ആണ് 1 മുതൽ n-1 വരെ, അതായത് 1, 2, 3 എക്സെട്രാ അപ് ടു 10. ഇതിൽ ഓരോന്നും എടുത്ത് നമുക്ക് പവേഴ്സ് കണ്ടുപിടിക്കാം. ഫസ്റ്റ് നമ്മൾ a = 1 കൺസിഡർ ചെയ്തു. അപ്പോൾ a⁻1 a⁻2 എക്സെട്രാ അപ് ടു a⁻, എവിടെയാണ് പോയിരിക്കുന്നത്, a⁻10 വരെ. അപ്പോൾ n-ൻ്റെ വാല്യൂ 11 ആയതുകൊണ്ട് 10 വരെയുള്ള പവേഴ്സ് നമ്മൾ കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഇത് ഏതെടുത്താലും നമുക്ക് എന്താ കിട്ടുക, 1⁻1 1⁻2 എക്സെട്രാ അപ് ടു 1⁻10 വരുമ്പോൾ എല്ലാം നമുക്ക് 1 ഈക്വലൻ്റ് ആയിട്ടായിരിക്കും കിട്ടുക. അപ്പോൾ ഈ എയുടെ വാല്യൂസ് എല്ലാം 1 ആയി. ഇനി നെക്സ്റ്റ് a = 2 നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ 2ൻ്റെ കേസിലാണെങ്കിൽ a⁻1 mod 11 എന്ന് പറയുമ്പോൾ 2⁻1 mod 11 is 2. ഇനി a² ആകുമ്പോഴത്തേക്ക് എന്തായി, 4 mod 11 ആയി. a⁻3 ആകുമ്പോൾ 2⁻3 എന്ന് പറയുമ്പോൾ 8 mod 11 ആയി. ഇനി a⁻4 ആകുമ്പോൾ എന്ത് കിട്ടി, 2⁻4 എന്ന് പറയുമ്പോൾ 16 mod 11 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റുക, 16 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, റിമൈൻഡർ എടുക്കാം. അപ്പോൾ 16 - 11 പോകുമ്പോൾ എന്ത് കിട്ടി, റിമൈൻഡർ 5 കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 mod 11. ഇനി ലാസ്റ്റ് വൺ ഈസ് a⁻5 mod 11. a⁻5ൻ്റെ വാല്യൂ 32 ആണ്. സോ 32 mod 11 എന്ന് പറയുമ്പോൾ എന്തായി, 11 × 2 ആകുമ്പോൾ നമുക്ക് 22 കിട്ടും. പിന്നെ റിമൈൻഡർ എന്തായിരിക്കും, 10. ദാറ്റ് ഈസ് ഈക്വൽ ടു 10 mod 11. അപ്പോൾ a⁻1 2 3 4 5 കണ്ടുപിടിച്ച് ഓരോന്നിനും mod 11 നമ്മളെടുത്തു. മനസ്സിലായല്ലോ, mod n, അതായത് ഈ n-ൻ്റെ വാല്യൂ ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഓരോ കാൻഡിഡേറ്റ്സിനെ ചൂസ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ പവേഴ്സ് കണ്ടുപിടിക്കുക. a⁻1 a⁻2 a⁻3 എക്സെട്രാ അപ് ടു a⁻10 വരെ പോകണം. ഇനി ഓരോ പവേഴ്സിനും എന്ത് കണ്ടുപിടിക്കണം, mod n കൂടി കണ്ടുപിടിച്ച് പോവുക. അപ്പോൾ ഇവിടെ നമ്മൾ a⁻5 വരെ എത്തി. ഈ ബാക്കിയുണ്ട് a⁻6 7 8 9 10 കൂടി കമ്പ്യൂട്ട് ചെയ്യണം. സോ നെക്സ്റ്റ് ഈസ് a⁻6 mod 11. നമുക്ക് ആൻസർ 64 ആണ് കിട്ടുക. 2⁻6 എന്ന് പറയുമ്പോൾ 64 mod 11 ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, 11 × 5 is 55. 55 കഴിഞ്ഞ് ഒരു 9 കൂടെ വന്നാലേ ഉള്ളൂ നമുക്ക് 64-ലെത്തുള്ളൂ. ഇനി a⁻7 എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു 128. 128 mod 11 ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ കിട്ടുന്നത് 7 mod 11. ഇനി a⁻8 mod 11 ആകുമ്പോൾ a⁻8 എന്ന് പറഞ്ഞാൽ 2⁻8. 2⁻8 is 256. 256-ന് mod 11 എടുക്കുമ്പോൾ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, റിമൈൻഡർ ഈസ് 3. ഇനി 2⁻9 mod 11. ഇപ്പോൾ a⁻9 ഇപ്പോൾ 2 ആയതുകൊണ്ടാണ് 2⁻9 ആവുന്നത്. സോ 2⁻9 is equal to 512. 512 mod 11 ചെയ്യുക, റിമൈൻഡർ നമുക്ക് 6 കിട്ടും. അതുപോലെ ലാസ്റ്റ് 2⁻10 ചെയ്യുമ്പോൾ 1024 ആണ് വാല്യൂ. 1024 mod 11 is equal to 1 mod 11 എന്ന് കിട്ടും. ഇനിയിപ്പോൾ ഈ കിട്ടിയ ആൻസേഴ്സ് നോക്കുക. ഇപ്പോൾ ഫസ്റ്റ് ഇവിടെ നമുക്ക് 1 ഉണ്ട്, ഇനി ഇവിടെ എന്തുണ്ട്, 2 ഉണ്ട്, 3, പിന്നെ 4 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്, 6 7 8 ഉണ്ട്, ഇവിടെ 9 ഉണ്ട്, ഇവിടെ 10 ഉണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസേഴ്സ് അപ്പോൾ എന്താണ്, എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആണ്. അത് മാത്രമല്ല അതിൻ്റെ വാല്യൂസ് എവിടെ മുതലുള്ളവരെയാണ് പോയിരിക്കുന്നത്, 1 മുതൽ 10 വരെയുള്ള വാല്യൂസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് പ്രിമിറ്റീവ് റൂട്ടിന് സാറ്റിസ്ഫൈ ചെയ്യേണ്ട ക്രൈറ്റീരിയ. അപ്പോൾ a⁻1 a⁻2 എക്സെട്രാ അപ് ടു a⁻p-1 mod p ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്, 1 2 3 എക്സെട്രാ അപ് ടു p-1 വരെയുള്ള വാല്യൂസാണ് നമുക്ക് അതിന് ആൻസേഴ്സ് ആയിട്ട് കിട്ടിയത്. എല്ലാം ഡിസ്റ്റിങ്ക്റ്റും ആണ് ആൻഡ് ഇസ് ഈക്വൽ ടു 1 2 3 എക്സെട്രാ അപ് ടു p-1 ഇൻ സം ഓർഡർ. അപ്പോൾ ഈ ഒരു ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്തതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, 2 ഈസ് എ പ്രിമിറ്റീവ് റൂട്ട് ഓഫ് 11. അപ്പോൾ ഇതുപോലെ 1ഉം 2ഉം നമ്മൾ ചൂസ് ചെയ്താൽ 1ൻ്റെ കേസിൽ നമുക്ക് ക്രൈറ്റീരിയ സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല, എല്ലാ ആൻസറും 1 ആണ് കിട്ടിയത്. ഇപ്പോൾ 2ൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് 1 to 10 വരെ എല്ലാ നമ്പേഴ്സും ഈ റിസൾട്ടായിട്ട് കിട്ടി. ഇനി നമ്മൾ നെക്സ്റ്റ് 3 എടുക്കുക, ഇതേപോലെ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക, 3⁻1 3⁻2 അങ്ങനെ ചെയ്ത് പോവുക. നെക്സ്റ്റ് a = 3. അപ്പോൾ 3⁻1 3⁻2 3⁻3 3⁻1 ആകുമ്പോൾ എന്തായി, 3 mod 11 തന്നെ. 3² ആകുമ്പോഴത്തേക്കും 9 mod 11. 3⁻3 ആകുമ്പോൾ 27 mod 11. 27 mod 11 എങ്ങനെ റെഡ്യൂസ് ആയി, 11 × 2 എന്ന് പറയുമ്പോൾ 22 ആയി. 22 + 5 ആണെങ്കിൽ 27 ആവുള്ളൂ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 5 mod 11. ഇനി a⁻4 3⁻4 എന്ന് പറഞ്ഞാൽ 9 × 9 ദാറ്റ് ഈസ് 81 mod 11. ഇനി 81 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, നമുക്ക് എന്ത് കിട്ടും, 7 × 11 ആകുമ്പോൾ 77 കിട്ടും. സോ 77 + 4 ഈസ് ഈക്വൽ ടു 81. അപ്പോൾ നമുക്ക് ഇവിടെ 4 കിട്ടി. ഇനി a⁻5 എന്ന് പറഞ്ഞാൽ 243 ആണ്, അതിന് mod 11 ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ 1 കിട്ടും. ഇനി നിങ്ങൾ ഈ പോർഷൻ നോക്കിയാൽ മനസ്സിലാവും, ഫസ്റ്റ് കിട്ടിയത് 3 9 5 4 1. ഈ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന വാല്യൂസ് ഏതാണെന്ന് നോക്കിയേ, a⁻6 മുതൽ a⁻10 വരെ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഇതേ വാല്യൂസ് റിപ്പീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് 3 9 5 4 1 ഇവിടെ വന്നു, നെക്സ്റ്റ് വീണ്ടും 3 9 5 4 1. മനസ്സിലായല്ലോ. അപ്പം എല്ലാ വാല്യൂസും ഡിസ്റ്റിങ്ക്റ്റ് അല്ല, 5 വാല്യൂസ് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ളൂ, ബാക്കിയുള്ളത് അതിൻ്റെ തന്നെ ഡ്യൂപ്ലിക്കേഷൻ ആയിട്ടാണ് വരുന്നത്.
അപ്പോൾ ഇതൊരു പീരീഡ് അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നൊരു പാറ്റേൺ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു റിസൾട്ടിൽ നമുക്ക് എന്താ മനസ്സിലായത്? 3 ഈസ് നോട്ട് എ പ്രിമിറ്റീവ് റൂട്ട് ഓഫ് 11. പ്രിമിറ്റീവ് റൂട്ട് ആവണമെങ്കിൽ നമുക്ക് ഈ കിട്ടുന്ന റിസൾട്ട്സ് എല്ലാം എന്തായിരുന്നേനെ 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ് ആയിരിക്കണം നമുക്കിവിടെ കിട്ടേണ്ടത്. ബിക്കോസ് n = 11. അപ്പോൾ ഇവിടെ നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ലാത്തതുകൊണ്ട്, അതും 1 മുതൽ p-1 വരെ കിട്ടിയിട്ടില്ലാത്തതുകൊണ്ട് 3 എന്ന് പറഞ്ഞാൽ പ്രിമിറ്റീവ് റൂട്ട് അല്ല. ഇനി നെക്സ്റ്റ് കാൻഡിഡേറ്റ് ഏതാണ്? നമ്മൾ എയുടെ വാല്യൂ 1 മുതൽ 10 വരെ കൺസിഡർ ചെയ്യണം. അപ്പോൾ 1 2 3 വരെ നമ്മൾ എത്തിയിട്ടുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ 4 കൺസിഡർ ചെയ്യുന്നു. 4:1 2 3 4 5 6. ഇവിടെ തന്നെ നമുക്ക് പാറ്റേൺ കാണാൻ പറ്റും കേട്ടോ. ഫസ്റ്റ് കേസിൽ 4:1 ആകുമ്പോൾ 4 കിട്ടി. 4² 16 mod 11 ആകുമ്പോൾ 5 കിട്ടി. 4:3 ആകുമ്പോഴത്തേക്കും 9 mod 11. 4:4 3, 4:5 1. വീണ്ടും എന്താ വരുന്നത്? 4ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ബാക്കി 4:7 8 9 10 വരുമ്പം ഈ 4 വാല്യൂസ് ആയിരിക്കും റിപ്പീറ്റ് ആവുക. അപ്പോൾ നമ്മൾ 4ൻ്റെ കേസിൽ കണ്ടു. 4ന് നമ്മൾ എല്ലാ പവേഴ്സും എടുത്തപ്പോൾ 4:1 2 3 4 10 വരെ നമ്മൾ പവർ എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്കൊരു പാറ്റേൺ റിപ്പീറ്റഡ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിനകത്തും എന്താ റിസൾട്ട് എന്താണ്? എല്ലാ നമ്പേഴ്സും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് 1 to p-1 കിട്ടുകയാണെങ്കിൽ മാത്രം നമുക്ക് അത് 4 പ്രിമിറ്റീവ് റൂട്ടാണെന്ന് പറയാൻ പറ്റുള്ളൂ. സോ ഈ കേസിൽ 4 ഈസ് ഓൾസോ നോട്ട് എ പ്രിമിറ്റീവ് റൂട്ട് ഓഫ് 11. ഈ നെക്സ്റ്റ് കാൻഡിഡേറ്റ് നമ്മൾ 1 മുതൽ 10 വരെയുള്ള കാൻഡിഡേറ്റ്സിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. സോ നെക്സ്റ്റ് കാൻഡിഡേറ്റ് a = 5. സോ 5:1 എന്ന് പറയുമ്പോൾ 5 mod 11 തന്നെ. 5² ആകുമ്പോൾ 25 ആയി. 25 mod 11 is equivalent to 3 mod 11. 11 into 2 ആകുമ്പോൾ 3 ആയി 22 ആയി. 22 കഴിഞ്ഞൊരു 3 കൂടെ കഴിയുമ്പോൾ നമുക്ക് 25-ലെത്താം. ദെൻ നെക്സ്റ്റ് വൺ ഈസ് 5:3. ഇപ്പോൾ 125 ആയി. 125 mod 11 ചെയ്യുമ്പോൾ നമുക്ക് 4 mod 11 കിട്ടും റിമൈൻഡർ. ഈ 5:4ഉം 5:5 കറസ്പോണ്ടിങ് ആയ കാൽക്കുലേഷൻ കഴിയുമ്പോൾ നമുക്കിവിടെ കാണാം 5 3 4 9 1. പിന്നെ വീണ്ടും 5 3 എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. എന്ന് വെച്ചാൽ അഗെയിൻ ഈ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഡിസ്റ്റിങ് വാല്യൂസ് കിട്ടുന്നില്ല. സോ ദാറ്റ് മീൻസ് 5 ഈസ് ഓൾസോ നോട്ട് എ പ്രിമിറ്റീവ് റൂട്ട്. നെക്സ്റ്റ് കാൻഡിഡേറ്റ് നമ്മൾ 6 കൺസിഡർ ചെയ്യാം. സോ a = 6. ഇപ്പോൾ 6:1 6 mod 11 തന്നെ. 6² ആകുമ്പോൾ 36 ആയി. 36 mod 11 എന്തായി? 11 into 3 33. ഇപ്പോൾ 33 കഴിഞ്ഞൊരു 3 കൂടെ കഴിയുമ്പോൾ നമുക്ക് 36-ലെത്തുള്ളൂ. ദെൻ 6:3 എടുത്തു. 4 5 6. ഇതിനെല്ലാം നമുക്ക് വാല്യൂസ് കിട്ടിയിരിക്കുന്നത് 7 9 10 and 5. അപ്പോൾ ഓരോ ഡിസ്റ്റിങ് ഇൻഡിവിജ്വൽ കാൽക്കുലേഷൻസ് ഞാൻ ആദ്യം പറയുന്നില്ല. നിങ്ങൾക്കത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാൻ പറ്റുന്നുള്ളൂ. സിംപ്ലി ഈ പവർ കണ്ടുപിടിക്കുക. ഇപ്പോൾ mod 11 എടുക്കുക. 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. റിമൈൻഡർ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 7 എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ 6:6 വരെ ആയി. ദെൻ 6:7 8 9 and 10. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 1 കിട്ടി. ഇവിടെ നമുക്ക് 2 കിട്ടിയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് 3 4 5 6 7 8 ഇവിടെയുണ്ട്. 9 ഇവിടെയുണ്ട്. 10 ഉണ്ട്. അപ്പോൾ എല്ലാ വാല്യൂസും ഡിസ്റ്റിങ്ക്റ്റ് ആണ്. നമുക്ക് 1 മുതൽ 10 വരെ, അതായത് 1 മുതൽ p-1 വരെയുള്ള വാല്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ദാറ്റ് മീൻസ് 6 ഈസ് എ പ്രിമിറ്റീവ് റൂട്ട് ഓഫ് 11. അപ്പോൾ a⁻1 a⁻2 എക്സെട്രാ അപ് ടു a⁻p-1 വരെ കണ്ടുപിടിക്കുക. ഓരോന്നിനും മോഡ് p എടുക്കുക. നമുക്ക് കിട്ടുന്ന റിസൾട്ട് 1 2 3 എക്സെട്രാ അപ് ടു p-1 ആണെങ്കിൽ നമുക്ക് ഡിസ്റ്റിങ്ക്റ്റും ആണ്. ഈ 1 2 3 എക്സെട്രാ അപ് ടു p-1 വാല്യൂസാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് 6 ഈസ് എ പ്രിമിറ്റീവ് റൂട്ട് ഓഫ് 11. അപ്പോൾ നമുക്ക് 2 പ്രിമിറ്റീവ് റൂട്ട്സ് കിട്ടി. നമ്മൾ ഇതുവരെ നമ്പേഴ്സ് കൺസിഡർ ചെയ്തതിൽ 2നും 6നും നമുക്ക് എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടും 1 to p-1 വാല്യൂസും കിട്ടി. അപ്പോൾ അത് 2 പ്രിമിറ്റീവ് റൂട്ട്സ് ആണ്. നെക്സ്റ്റ് ബാക്കിയുള്ള ക്യാൻഡിഡേറ്റ്സിനെ കുറിച്ച് കൺസിഡർ ചെയ്യണം. അതായത് 7 8 9 and 10. സോ നെക്സ്റ്റ് വി ആർ കൺസിഡറിങ് 7. അപ്പോൾ 7:1 2 3 എക്സെട്രാ അപ് ടു 7:10 വരെ mod 11 കണ്ടുപിടിച്ചു. കിട്ടിയ റിസൾട്ടാണ് ഈ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഓരോന്നിനും കറസ്പോണ്ടിങ് പവർ എടുക്കുക. 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. റിമൈൻഡർ എടുക്കുക. നമ്മുടെ വാല്യൂസ് കണ്ടാൽ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവും. എന്താണ്? ഇവിടെ 1 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 6 7 8 9 and 10. അപ്പോൾ ഇവിടെ നമുക്ക് വാല്യൂസ് എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് കിട്ടി. ദാറ്റ് ഓൾസോ ഫ്രം 1 to p-1 ഇൻ സം ഓർഡർ അത്. അപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന വാല്യൂസ് നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് ആയതുകൊണ്ട് 1 മുതൽ p-1 വരെ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? യു ക്യാൻ സേ ദാറ്റ് 7 ഈസ് എ പ്രിമിറ്റീവ് റൂട്ട് ഓഫ് 11. അപ്പം മൂന്നാമത്തെ പ്രിമിറ്റീവ് റൂട്ട് നമുക്ക് കിട്ടി. ആദ്യം 2 കിട്ടി, പിന്നെ 6 കിട്ടി, ഇപ്പം 7 കിട്ടി. നെക്സ്റ്റ് നമുക്ക് 8 9 10 കൂടി നോക്കണം. സോ നെക്സ്റ്റ് a = 8. 8ൻ്റെ 8:1 മുതൽ 8:10 വരെ നമ്മൾ പവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഓരോന്നിനും mod 11 കമ്പ്യൂട്ട് ചെയ്യുന്നു. സോ കറസ്പോണ്ടിങ് ആൻസേഴ്സ് നമുക്ക് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ 1 2 3 4 5 6 7 8 9 and 10. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? എല്ലാ വാല്യൂസും ഡിസ്റ്റിങ്ക്റ്റ് ആണ്. ദാറ്റ് ഓൾസോ ഫ്രം 1 2 3 എക്സെട്രാ അപ് ടു p-1. അപ്പോൾ ഈ കേസിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് 8 ഈസ് എ പ്രിമിറ്റീവ് റൂട്ട് ഓഫ് 11. അപ്പോൾ നമ്മൾ നാലാമത്തെ പ്രിമിറ്റീവ് റൂട്ടും കിട്ടി. ദാറ്റ് ഈസ് 2 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്, ഇപ്പോൾ 8 ഉണ്ട്.
നെക്സ്റ്റ് ബാക്കിയുള്ള രണ്ട് നമ്പേഴ്സ് 9ഉം 10ഉം ആണ്. നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് റിസൾട്ട് കിട്ടും? രണ്ടും ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുകയാണെന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഈ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഈ കാൽക്കുലേഷൻസ് ഇതിൽ ആൻസേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള സ്റ്റെപ്സ് ഇതുവരെ എഴുതി പോയത്. അപ്പോൾ ഫസ്റ്റ് ഇങ്ങനൊരു ടേബിൾ ഫോം ചെയ്യുക. അങ്ങനെ ആകുമ്പോഴത്തേക്ക് എഴുത്ത് നമുക്ക് കുറച്ച് കുറയ്ക്കാൻ പറ്റും. സോ a സ്ക്വയർ a⁻³ എക്സെട്രാ അപ് ടു a⁻10 വരെ. അപ്പം n11 ആയിരുന്നതുകൊണ്ടാണ് നമ്മൾ a⁻10 വരെ കമ്പ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എത്ര വരെയാണോ എന്നിൻ്റെ വാല്യൂ അതിനൊന്ന് പുറകെ വരെ എടുക്കുക, അതായത് n-1 വരെ കോളംസ് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇനി എയുടെ വാല്യൂ നമ്മൾ 11 ആണ് നമ്മളെ നമ്പർ എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ എയുടെ വാല്യൂ 1 മുതൽ 10 വരെ കൺസിഡർ ചെയ്തിരുന്നു. സോ 1 2 3 എക്സെട്രാ അപ് ടു 10. ഇനി ഈ ടേബിളിലെ വാല്യൂസ് ഫില്ല് ചെയ്യാം. ഈ ടേബിളിലെ വാല്യൂസ് ഫില്ല് ചെയ്യാണ് നമ്മളിപ്പോൾ ഈ ഇക്വേഷൻസ് വഴി ചെയ്തത്. അപ്പോൾ എയുടെ കേസിൽ നമ്മൾ ഏത് പവർ എടുത്താലും എല്ലാം 1 കിട്ടും. ഇനി 2ൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ വാല്യൂസ് നോക്കിയേ എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആയിരുന്നു. ഇപ്പോൾ 2 ഒരു പ്രിമിറ്റീവ് റൂട്ടാണെന്നാണ് നമ്മൾ പറഞ്ഞത്, ആയിട്ടാണ് നമുക്ക് കിട്ടിയത്. ദാറ്റ് മീൻസ് അതിലെ വാല്യൂസ് എന്തൊക്കെയായിരുന്നു? ഇവിടെ 1 ഉണ്ട്, 2 ഉണ്ട്, 3 4 5 6 7 8 9 10. അപ്പോൾ എല്ലാ വാല്യൂസും നമുക്ക് കിട്ടി ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടാണ് കിട്ടിയത്. അതുകൊണ്ട് ഇപ്പോൾ 2 നമുക്ക് ഒരു പ്രിമിറ്റീവ് റൂട്ടാണെന്ന് പറയാം. ഇപ്പോൾ ഈ ബ്ലൂ ആയിട്ട് മാർക്ക് ചെയ്തിട്ടുള്ള 3 റോസ് ഉണ്ടല്ലോ, അത് 3 നമ്മളുടെ പ്രിമിറ്റീവ് റൂട്ട്സ്. അതായത് ഒന്ന് 2, പിന്നെ ഒന്ന് 6, പിന്നെ ഒന്ന് 7, പിന്നെ ഒന്ന് 8. ബാക്കിയുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഉണ്ടല്ലോ 3 4 5 and 9 10. അപ്പോൾ ഈ 5 നമ്പേഴ്സിൻ്റെ കേസിൽ 3യുടെ കേസിലാണെങ്കിൽ ഇത്രയാണ് പാറ്റേൺ. 3 9 5 4 1 നമുക്ക് പവേഴ്സ് എടുത്തപ്പോൾ കിട്ടി. 3⁻1 3⁻2 3⁻3 3⁻4 3⁻5 വരെ നമുക്ക് എടുക്കുമ്പോൾ ഡിസ്റ്റിങ് വാല്യൂസ് കിട്ടും. ഇനി 3⁻6 മുതൽ ബാക്കി എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേ പാറ്റേൺ റിപ്പീറ്റ് ചെയ്താണ് വരുന്നത്. 3 9 5 4 1 തന്നെയാണ് വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. നെക്സ്റ്റ് 4ൻ്റെ കേസിലാണെങ്കിലും 4 5 9 3 1 ആയിരുന്നു, അതേ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യാണ് വീണ്ടും 4 5 9 3 1. ഇനി 5ൻ്റെ കേസിലാണ് നമ്മൾ വരുന്ന പാറ്റേൺ 5 3 4 9 1, അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു ഫോളോ ചെയ്തിട്ട്. ഇനി 6 7 8 എടുത്തപ്പോൾ നമുക്ക് 3ഉം ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ റോയിലെ വാല്യൂസ് നോക്കിയാൽ മനസ്സിലാവും 1 2 3 എക്സെട്രാ അപ് ടു 10 എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് തന്നെ ഇതിലുണ്ടാവും. അതുപോലെ 7ൻ്റെ കേസിലും 8ൻ്റെ കേസിലും. ദാറ്റ് മീൻസ് ഈ ബ്ലൂ ആയിട്ട് മാർക്ക് ചെയ്തിട്ടുള്ള 3 റോസ്, അതായത് 2 6 7 and 8, ഇത് 4 11ൻ്റെ പ്രിമിറ്റീവ് റൂട്ട്സ്. ഈ 9ൻ്റെ കേസിലും 10ൻ്റെ കേസിലും ഇവിടെ കാണിച്ചിട്ടുണ്ട്. 9ൻ്റെ കേസിൽ 9 4 3 5 1 ആണ് പാറ്റേൺ വരുന്നത്. ആ പാറ്റേൺ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ 10ൻ്റെ കേസിലാണെങ്കിൽ 10 1 ആണ് നമുക്ക് കിട്ടുന്ന പാറ്റേൺ. അതായത് 10 മോഡ് 11 എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 10 തന്നെ കിട്ടും. 10 സ്ക്വയർ മോഡ് 11 ആകുമ്പോഴോ 11 × 9 99. അത് കഴിഞ്ഞാൽ പിന്നെ 1 കൂടെ അല്ലേ വേണ്ടു. അപ്പോൾ അതുകൊണ്ടാണ് ഓഡ് പവേഴ്സ് വരുമ്പോഴെല്ലാം 10ഉം ഈവൻ പവേഴ്സ് വരുമ്പോഴെല്ലാം 1ഉം ആയിരിക്കും വരിക. ദാറ്റ് ഈസ് 10 1 എന്ന് പറഞ്ഞ പാറ്റേൺ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകും. സോ ദാറ്റ് മീൻസ് ഈ ഒരു ടേബിൾ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഫില്ല് ചെയ്താലും ദാറ്റ് വിൽ ബി ഇനഫ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് പ്രിമിറ്റീവ് റൂട്ട്സ് ഓഫ് എ പർട്ടിക്കുലർ നമ്പർ. അപ്പോൾ n എത്രയാണ് നമുക്ക് തരുന്നത് അത്രയും കോളം നമുക്ക് n-1 കോളംസ് ഉള്ള ഒരു ടേബിൾ ഫോം ചെയ്യാം. അപ്പോൾ a⁻1 a⁻2 എക്സെട്രാ അപ് ടു a⁻n-1 വരെ അതിനുള്ളിൽ കോളംസ് ആഡ് ചെയ്യാം. ഇനി റോയിൽ നമ്മൾ വാല്യൂസ് ആഡ് ചെയ്യേണ്ടത് 1 മുതൽ n-1 വരെയുള്ള വാല്യൂസ്. അപ്പോൾ ഇവിടെ 11 ആയിരുന്നുകൊണ്ടാണ് 1 to 10 മാർക്ക് ചെയ്തേക്കുന്നത്. ഞാൻ ടേബിളിനുള്ളിലെ വാല്യൂസ് ഫില്ല് ചെയ്യുക. ഈ വാല്യൂസ് ഫില്ല് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഈ പറഞ്ഞേക്കുന്ന പോലെ പവേഴ്സ് എടുക്കുക. a² a⁻3 a⁻4 a⁻5. ആ പവേഴ്സിൻ്റെ വാല്യൂ ഡയറക്റ്റ്ലി നമ്മൾ എൻ്റർ ചെയ്യല്ല ചെയ്യുന്നത്. പകരം ആ പവേഴ്സ് എടുത്തിട്ട് നമ്മൾ മോഡ് 11 ചെയ്യും. അല്ല മോഡ് n എത്രയാണോ അത്രയും ആ മോഡ് n ചെയ്ത് ആ കിട്ടുന്ന റിസൾട്ടാണ് നമ്മൾ ടേബിളിൽ ഫില്ല് ചെയ്യുന്നത്. നമുക്ക് ഇതിനകത്ത് കണ്ടാൽ മനസ്സിലാവും നമ്മുടെ വാല്യൂസ് എങ്ങനെ വരുന്നുള്ളൂ. 1 മുതൽ 10 വരെയുള്ള വാല്യൂസ് മാത്രമേ ഈ ടേബിളിനുള്ളിൽ വരുന്നുള്ളൂ. മോഡ് 11 എടുത്ത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് ആയതുകൊണ്ടാണ് 1 to 10 വരെ വാല്യൂസ് ഇതിനുള്ളിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു ടാബുലാർ ഫോർമേഷൻ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എളുപ്പം മനസ്സിലാക്കാൻ പറ്റും ഏതൊക്കെ നമ്പേഴ്സാണ് പ്രിമിറ്റീവ് റൂട്ട്സ് ആയിട്ട് വരിക എന്നുള്ളത്. അപ്പോൾ ഇതിൽ ഏതൊക്കെ റോസിൽ 1 to n-1 വാല്യൂസ് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുണ്ടാകുന്നുള്ളത് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 4 റോസിലായിരിക്കും നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള വാല്യൂസ് കിട്ടുന്നത്. ദാറ്റ് ഈസ് 2 6 7 and 8. അപ്പോൾ ഇത് 4ആണ് 11ൻ്റെ പ്രിമിറ്റീവ് റൂട്ട്സ്. അപ്പോൾ പ്രിമിറ്റീവ് റൂട്ട്സ് ആ 2 6 7 and 8. അപ്പോൾ അതിൻ്റെ കൗണ്ട് എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 4. ഞാൻ ഫസ്റ്റ് പറഞ്ഞിരുന്നു നമ്പർ ഓഫ് പ്രിമിറ്റീവ് റൂട്ട്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണമെങ്കിൽ ഇങ്ങനെ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് 5 നമ്മളുടെ n-ൻ്റെ വാല്യൂ 11 ആയിരുന്നു. അപ്പോൾ 5 എന്തായിരിക്കും? n പ്രൈം ആയതുകൊണ്ട് n-1 മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 10. ഇനി 5 കമ്പ്യൂട്ട് ചെയ്യാം. അപ്പോൾ 5 കമ്പ്യൂട്ട് ചെയ്യാം. 5 വാല്യൂ നമുക്ക് 4 ആണ് കിട്ടുക. ദാറ്റ് ഈസ് ഈക്വൽ ടു ദ കൗണ്ട് ഓഫ് പ്രിമിറ്റീവ് റൂട്ട്സ്. 1 2 3 4 ആണ് ഇവിടെ നമുക്ക് 4 പ്രിമിറ്റീവ് റൂട്ടാണുള്ളത്. സോ 5 കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 4 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടി. ഇനി റൈറ്റ് സൈഡിൽ എഴുതിയിരിക്കുന്നത് 5 കമ്പ്യൂട്ടേഷനാണ്. 5 കമ്പ്യൂട്ട് ചെയ്യാൻ ആദ്യം 10 നമ്മൾ പ്രൈം ഫാക്ടേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് 2 × 5. നമ്മളുടെ ഇക്വേഷൻ എന്താണ്? n × 1 - 1/p1 × 1 - 1/p2. ഈ p1 p2 എന്ന് പറഞ്ഞാൽ 2 പ്രൈംസ്. ആ പ്രൈംസിൻ്റെ പ്രോഡക്റ്റ് ആയിട്ടാണ് നമ്മൾ 10 റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. സോ 5 നമുക്ക് എങ്ങനെ എഴുതാം?
n into, that is 10 into 1 minus 1 by p1, അതുകൊണ്ട് 1 minus 1 by 2 into 1 minus 1 by p2, അപ്പോൾ that is 1 minus 1 by 5. അപ്പോൾ ഇവിടെ 1 minus 1 by 2 എന്ന് പറയുമ്പോൾ 1 by 2 വരും, 1 minus 1 by 5 എന്ന് പറയുമ്പോൾ 4 by 5 വരും. പിന്നെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എന്ത് കിട്ടും? യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് 4. സോ 4 പ്രിമിറ്റീവ് റൂട്ട്സ് ആണ് 11ൻ്റെ കേസിലുള്ളത്. അപ്പോൾ പ്രിമിറ്റീവ് റൂട്ട്സിനെ ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ ഫോം ചെയ്യേണ്ടത് ഇങ്ങനെയൊരു ടേബിൾ. അപ്പോൾ ഈ ടേബിളിലെ റോസും കോളംസും ഐഡൻറ്റിഫൈ ചെയ്യുക ഫസ്റ്റ്. അപ്പോൾ n എത്രയാണോ അതിനനുസരിച്ച് a⁻n−1 വരെ കോളംസ് മാർക്ക് ചെയ്യുക. ഇനി അതുപോലെ എന്നിൻ്റെ വാല്യൂ 1 to n−1 വരെ റോസിലും ആഡ് ചെയ്യുക. എന്നിട്ട് ആ ടേബിളിലെ വാല്യൂസ് ഫില്ല് ചെയ്യുക. ഇനി ഓരോ പവേഴ്സ് എടുക്കുക, പവേഴ്സ് മോഡിലോ n എടുത്തിട്ട് ടേബിളിലെ വാല്യൂസ് അപ്ഡേറ്റ് ചെയ്യുക. ഇനി അതിൽ ഏതെല്ലാം റോസിൽ 1 to p−1 അല്ലെങ്കിൽ n−1 ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ അത് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇനി ആ റോസിൽ വരുന്ന ഏസ് ആയിരിക്കും കറസ്പോണ്ടിങ് പ്രിമിറ്റീവ് റൂട്ട്സ്. So that's all of the primitive roots of a number.